അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സെപ്പറേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് പല ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, അത് ഓരോന്നും ലിസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേരിയസ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുക. അതിൽ നമ്മൾ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, സിസ്റ്റം നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നെറ്റ്വർക്കിൽ ഡിഫറെൻറ്റ് സിസ്റ്റത്തിനെ തമ്മിൽ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് അവർ റിസോഴ്സുകളെ ഷെയർ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള ഓരോ ഡിവൈസസും എന്തായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും, അവർ കണക്റ്റഡ് ആയിരിക്കും, പക്ഷേ അവർ ഓരോന്നും ഇൻഡിവിജ്വലായി ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കും. അവരുടെ ഓരോരുത്തരുടെ സിസ്റ്റം റിസോഴ്സസുകൾ ഡിഫറെൻ്റ് ആയിരിക്കും, അവിടെയുള്ള OS ഡിഫറെൻ്റ് ആയിരിക്കും. സോ വാട്ട് എവർ ഇറ്റ് ഈസ് അവരെല്ലാം എന്ത് ചെയ്യും, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, അവർ കണക്റ്റഡ് ആണ് ത്രൂ എ നെറ്റ്വർക്ക്. അങ്ങനെയുള്ള ഡിവൈസസിന് പറയുന്നത് പേരെന്താണ്, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, സോ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലൗസ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ടു കണക്ട് ആൻഡ് ഷെയർ റിസോഴ്സസ് ബട്ട് ഈച്ച് സിസ്റ്റം വർക്ക്സ് ഇൻഡിപെൻഡൻ്റ്ലി. ദെൻ ഈച്ച് കമ്പ്യൂട്ടർ ഹാസ് ഇറ്റ്സ് ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ അവിടെ നമുക്ക് റിസോഴ്സിനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഫയലോ പ്രിൻറ്ററോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. അതൊരു സിമ്പിൾ ആർക്കിടെക്ചർ ഇതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് നമ്പർ ഓഫ് സിസ്റ്റംസ് കണക്ട് ചെയ്തിട്ട് അവരെ തമ്മിലൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എന്താ പറയുന്നത്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ അവർക്ക് റിസോഴ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസിബിൾ ആയിരിക്കും. അങ്ങനെയുള്ളൊരു വേ ഓഫ് കണക്ഷനാണ് ഇതെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നമ്മൾ ലാബിൽ ഒരു സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു പ്രിൻ്റർ ഓപ്ഷൻ കൊടുക്കുക, പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. അതെന്തിന് എക്സാമ്പിളാണ്, ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. കാര്യം ആ പ്രിൻറ്ററും ആ ഡിവൈസും, ആ പ്രിൻറ്റർ കണക്ട് ചെയ്തേക്കുന്ന സിസ്റ്റം, പ്രിൻറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഡിവൈസുമായിട്ട്. അതുപോലെ നമ്മൾ വേറൊരു സിസ്റ്റത്തിനകത്ത് ആ ഒരു നെറ്റ്വർക്കിൽ പാർട്ടായിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പ്രിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. അടുത്ത ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഒരു സിംഗിൾ യൂണിറ്റ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. A distributed operating system manages multiple computers and make them appear as a single system. ഓക്കെ, ഒരൊറ്റ സിസ്റ്റമായിട്ടായിരിക്കും സിസ്റ്റം അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഒരു സിംഗിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഇതിനെല്ലാം എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അതിനെ തന്നെ നമുക്ക് റിസോഴ്സസ് ഷെയർ ചെയ്യുന്നതും ത്രൂ ദ കൺട്രോൾ ഓഫ് ദ സിംഗിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒരു കോംപ്ലക്സ് ആർക്കിടെക്ചറാണ്. ഇനി എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ക്ലൗഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ സിസ്റ്റംസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ക്ലൗഡ് സിസ്റ്റംസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കുറേ ഡിവൈസസ് ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ OS തന്നെയായിരിക്കും ഈ സിസ്റ്റത്തിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ആ റിസോഴ്സുകളുടെ ആ ഒരു ഡിവൈസുകളുടെ എല്ലാ റിസോഴ്സുകളും ഷെയർ ചെയ്യുന്നത് എന്തായിരിക്കും, ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സൂപ്പർവിഷനിലായിരിക്കും. ഇനി അടുത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്താണെന്നുള്ളത്. ഓരോ ഇൻസ്ട്രക്ഷനും 2 പാർട്സ് ആണുള്ളത്, ഓപ്കോഡും ഉണ്ടായിരിക്കും, ഓപ്പറാൻഡും ഉണ്ടായിരിക്കും. ഒരു ഇൻസ്ട്രക്ഷൻ നോക്കിക്കേ, നമ്മൾ ആഡ് A, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതാണ്, ഇത് ഓപ്കോഡ് ആഡാണ്. ഓപ്പറാൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, Aയും Bയും ആണ്. എന്നിട്ടും ചെയ്യുന്ന എന്താണ്, Aയും Bയും കൂടെ ആഡ് ചെയ്തിട്ട് ആൻസർ എവിടെ സ്റ്റോർ ചെയ്യും, Aയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഡിഫൈൻസ് ദ സ്ട്രക്ചർ ഓഫ് എ മെഷീൻ ഇൻസ്ട്രക്ഷൻ, ഹൗ ബിറ്റ്സ് ആർ അറേഞ്ച് ടു റെപ്രസെൻറ്റ് ആൻ ഇൻസ്ട്രക്ഷൻ അല്ലേ. അതിനകത്ത് നമുക്ക് മെയിൻലി നോക്കുവാണെങ്കിൽ 2 പാർട്സ് ആണുള്ളത്. ഓപ്കോഡ് ആയിരിക്കും. ഓപ്കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ഓപ്പറേഷനാണോ നമ്മൾ ചെയ്യാനുള്ളത് അത് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഓപ്കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മൂവ്, ഷിഫ്റ്റ് ഒക്കെ വരും നമ്മുടെ ഓപ്പറേഷൻസ് ആയിട്ട്. ദെൻ ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഓപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ഓർ ദ അഡ്രസ് ഓൺ വിച്ച് ഓപ്പറേഷൻ ഈസ് പെർഫോം. എക്സാമ്പിൾ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് നമ്മൾ റെഫർ ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത് അല്ലേ. അവിടെ ആയിരിക്കും നമ്മുടെ ഡേറ്റ. ഫോർ ആൻ എക്സാമ്പിൾ ആഡ് A, B എന്ന് പറഞ്ഞാൽ എയിലുള്ള കണ്ടന്റും Bയുടെ കണ്ടന്റോടെ നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, Aയിലേക്ക് സ്റ്റോർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. 0 അഡ്രസ് ഉണ്ട്, 1 അഡ്രസ് ഉണ്ട്, 2 അഡ്രസ് ഉണ്ട്, 3 അഡ്രസ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റാക്ക് ഓപ്പറേഷൻസിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഇത് ഞാൻ എഴുതണം. ഇത് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഞാൻ ചുമ്മാ പേര് മാത്രം എഴുതിയിട്ടേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അത് നോട്ട്സ് വായിച്ചിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ നമുക്ക് 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷനകത്ത് ഓപ്പറാൻഡ് മാത്രമേ കാണത്തുള്ളൂ, ഒരു ഓപ്കോഡ് മാത്രമേ കാണത്തുള്ളൂ, ഓപ്പറാൻഡ് ഒന്നും കാണില്ല. അടുത്ത 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓപ്കോഡും പിന്നെ എന്ത് കാണും, ഒരു ഓപ്പറാൻഡും കാണും. ഓക്കെ, ദെൻ 2 അഡ്രസ്സിനകത്ത് ഓപ്കോഡും എലോങ് വിത്ത് ദാറ്റ് 2 ഓപ്പറാൻഡ്സും കാണും. അടുത്ത 3 അഡ്രസ്സിനകത്താണെങ്കിൽ ഓപ്കോഡും 3 ഓപ്പറാൻഡ്സും കാണും. അതൊക്കെ നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ സഹിതം ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് പഠിച്ചതാണ്. പിന്നെ സ്ട്രക്ചർ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വേരിയസ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ഇൻ ദ CPU. നമ്മുടെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസും അരിത്തമാറ്റിക്കും പിന്നെ എന്തായിരുന്നു അങ്ങനെ നമ്മൾ കുറേ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം അതിനകത്ത് ഡീറ്റെയിൽ ചെയ്യണം. ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് അത് LAN, WAN, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് അതെല്ലാം പഠിക്കണം.
ദെൻ എക്സ്പ്ലെയിൻ അവൈലബിൾ നെറ്റ്വർക്ക് ടോപ്പോളജീസ് ഏതൊക്കെയായിരുന്നു, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ഹൈബ്രിഡ്, അതെല്ലാം ഉണ്ട്, അതെല്ലാം പഠിക്കണം. ഒരു ക്രിട്ടിക്കൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ എ ടോപ്പോളജി ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ക്രിട്ടിക്കൽ നെറ്റ്വർക്ക്സ് വെയർ ഹൈ അപ് ടൈം ആൻഡ് ഫോൾട്ട് ടോളറൻസ് ആർ റിക്വയർഡ്. ഹൈ അപ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ പെട്ടെന്ന് എന്ത് ചെയ്യണം, നെറ്റ്വർക്കിലേക്ക് ഡിപ്ലോയിഡ് ആവണം. അതായത് ഒരു ഡിലേ വരാൻ പാടില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫോൾട്ടുകൾ ഇടയ്ക്കുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസിന് വരുന്ന ഫെയിലേഴ്സ് ഒന്നും നമ്മുടെ നെറ്റ്വർക്കിനെ അധികം എഫക്റ്റ് ചെയ്യാനും പാടില്ല. അങ്ങനെ നോക്കുമ്പോഴേക്കും എല്ലാ നെറ്റ്വർക്കിലും എല്ലാ ഡിവൈസസും തമ്മിൽ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു ടോപ്പോളജി മാത്രമേ ഉള്ളൂ. അതേതാണ് മെഷ് ടോപ്പോളജി അല്ലേ. ഇപ്പോൾ എനിക്കിപ്പം ഒരു നോഡ് ഉണ്ടെങ്കിൽ നമ്മുടെ 1 2 3 1 2 3 4 എന്നുള്ള 4 നോഡ്സാണ് ഉള്ളതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എല്ലാ നോഡ്സും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. 1 2 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 2 3 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 2 4 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 3 1 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 2 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 4 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഒരു നോഡ് ഫെയിൽ ആയാലും 1ന് 4ലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 1ന് വേണ്ടി ഡയറക്റ്റായിട്ട് 4ലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ 1 3 ത്രൂ സെൻഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള നമുക്ക് ഡേറ്റ പെട്ടെന്ന് നമുക്ക് പ്രശ്നങ്ങളൊന്നും വരാത്ത ഫോൾട്ട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് വളരെ കുറവുള്ളതെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, മെഷ് ആയിരിക്കും. മനസ്സിലായോ? ബാക്കിയുള്ള എല്ലാ ടോപ്പോളജീസും ഒന്നെങ്കിൽ ഒരു സെൻട്രൽ കൺട്രോളിംഗ് അതോറിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി ആയിരിക്കും. എല്ലാ ഡിവൈസസും പരസ്പരം മ്യൂച്വലി കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പോളജിയുള്ളൂ. അതാണ് ഏറ്റവും ഫാസ്റ്റായിട്ടും ഏറ്റവും റിലയബിളായിട്ടും കുറച്ച് ഫോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജി, ഒരു ടോപ്പോളജി എന്ന് പറയുന്നത്. അതെന്താണ്, മെഷ് ടോപ്പോളജി. അപ്പം ഇനി മെഷിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയാൻ ചോദിക്കുവാണെങ്കിൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇതിൻ്റെ കേസിൽ മെഷിൽ റിലയബിളാണ്. ഹൈലി റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ 1ൽ നിന്ന് എനിക്ക് 4ലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡേറ്റ നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റീസ് എനിക്ക് കുറവാണ്. മൾട്ടിപ്പിൾ പാത്ത് സെൻസർ, കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ, ദെൻ നോ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലർ. ഏതൊരു സിംഗിൾ നോഡ് മാത്രം ഫെയിലായി പോകാനുള്ള ചാൻസസ് അവിടെ ഇല്ല. ഒരു സിംഗിൾ നോഡ് ഫെയിൽ ആയാലും അതിനെ പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കാര്യം പല റൂട്ടുകളുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡേറ്റ നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഡേറ്റ ലോസ് നമുക്ക് ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഹൈ അപ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ അപ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡിയൽ ഫോർ ക്രിട്ടിക്കൽ സിസ്റ്റംസ് ലൈക്ക് ബാങ്കിങ്, ഡിഫൻസ് എക്സെട്ര. നമ്മൾ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റ് കണക്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു കൺട്രോളിംഗ് അതോറിറ്റിയുടെയോ ഒരു സെൻട്രൽ പോയിൻറ്റിൻ്റെയോ ഡിലേ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു നോഡിലേക്ക് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് മെഷ് ടോപ്പോളജി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എ കമ്പനി നീഡ് ടു സെറ്റപ്പ് എ നെറ്റ്വർക്ക്, then should we use a peer-to-peer or client-server model? What are the key factors you should consider in making this choice? അപ്പം ഒരു peer-to-peer നെറ്റ്വർക്ക് ആണെങ്കിൽ, ഒരു സ്മോൾ കമ്പനി ആണെങ്കിൽ അവിടെ നമുക്ക് ലോ ബഡ്ജറ്റാണ് നമ്മളുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു peer-to-peer ടോപ്പോളജി നമുക്ക് യൂസ് ചെയ്യാം. ഇനി ക്ലയൻറ്റ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് മീഡിയത്തിൽ ഒരു ഹൈ കോസ്റ്റ്, ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളിങ് മെക്കാനിസം ഒക്കെ വേണ്ടി വരുന്ന, ഒരു ഹൈ സെക്യൂരിറ്റി ഒക്കെ നമുക്ക് വേണ്ടി വരുന്ന ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലയൻറ്റ് സെർവർ മോഡ് നമുക്ക് പ്രിഫർ ചെയ്യാം. ഓക്കെ, സെൻട്രലൈസ്ഡ് മാനേജ്മെൻ്റ് ആണ്, ബെറ്റർ സെക്യൂരിറ്റി ആൻഡ് ബാക്കപ്പ്, സ്കേലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഗ്രോ ചെയ്യാം, ഈ ഒരുപാട് നോട്ട്സിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്താണ് ക്ലയൻറ്റ് സെർവർ ആണെങ്കിൽ. പിന്നെ എന്താ, നരേറ്റ് ദ റോൾ ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ CPU, ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. നമുക്ക് പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, മെമ്മറി ഡേറ്റ രജിസ്റ്റർ ഉണ്ട്, അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ എ ക്ലാസ് റൂം കമ്പ്യൂട്ടർ ലാബ്, ഓൾ കമ്പ്യൂട്ടേഴ്സ് നീഡ് ടു കണക്ട് ടു എ സെൻട്രൽ ഡിവൈസ് ഫോർ ഈസി മാനേജ്മെൻറ്റ്. ദെൻ വിച്ച് ടോപ്പോളജി would be appropriate? Explain your ചോയ്സ്. അപ്പം ഒരു സെൻട്രൽ മെക്കാനിസം ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, സ്റ്റാർ ടോപ്പോളജി ആയിരിക്കും അല്ലേ. ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും, നമുക്കപ്പം ഡേറ്റയെ അല്ലെങ്കിൽ നമ്മുടെ നോഡിനെ നമുക്ക് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു കേബിൾ ഫെയിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഫെയിൽ ആവുകയാണെങ്കിൽ അത് നമ്മുടെ എൻഡ് ഡിവൈസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ സെൻട്രൽ കൺട്രോളിംഗ് അതോറിറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ നെറ്റ്വർക്കിനകത്ത് വളരെ പ്രശ്നം വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും, മെയിൻ്റനൻസും ഈസി ആയിരിക്കും. കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു വെക്കാൻ പറഞ്ഞായിരുന്നു. പ്രോസസ് കൺട്രോൾ മാനേജ്മെൻറ്റ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിക്യൂഷൻ ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ അതിന് വേണ്ടിയിട്ട് പ്രോസസ് കൺട്രോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കാം. എക്സ്പ്ലെയിൻ ദ പ്രോസസ് കൺട്രോൾ മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഹൗ ഡസ് ദ OS ഹാൻഡിൽ പ്രോസസ് ക്രിയേഷൻ, ഷെഡ്യൂളിംഗ് ആൻഡ് ടെർമിനേഷൻ പ്രോസസ്സ്. അപ്പം ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രിൻറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്തു, അപ്പോൾ അതിന് എക്സാമ്പിളാണ്, ഒരു പ്രോസസ്സിന് എക്സാമ്പിളാണ്. അവിടെ ഒരു പ്രോസസ്സ് അവിടെ ഇനീഷ്യേറ്റ് ആവുക ചെയ്യുന്നത് അല്ലേ. ഇനി അതെപ്പോൾ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം. അതായത് ഇപ്പോൾ അവിടെ ഓൾറെഡി അവിടെ ഒരു ഡോക്യുമെൻറ്റിനെ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നടക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്രിൻറ്റിനെ ഒന്ന് ഹോൾഡ് ചെയ്യണോ വേണ്ടയോ, അതോ ഇപ്പോൾ തന്നെ പ്രിൻറ്റ് കൊടുക്കണോ, അല്ലെങ്കിൽ പ്രിൻറ്റ് അവിടെ ആക്റ്റീവ് ആവണം. നമ്മൾ പ്രിൻറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് അത് പ്രിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഡിവൈസിലോട്ട്
അപ്പോൾ ഇങ്ങനെ പല പല ആക്ഷൻസും അവിടെ നടക്കുന്നത് എന്തായിരിക്കും, ഒരു കൺട്രോളിംഗ് ഉണ്ട്. അതിന് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന, എപ്പോൾ ഏത് പ്രോസസ്സ് എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഷെഡ്യൂളിംഗ് നടത്തുന്നത്. അതൊക്കെ ആരെ ഹാൻഡിൽ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ഇനി ഒരു ക്രിയേറ്റ് ചെയ്തൊരു പ്രോസസ്സിനെ നമ്മളെപ്പോൾ എൻഡ് ചെയ്യണം, അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രോസസ്സ് കൺട്രോൾ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് കൺട്രോൾ മെക്കാനിസം ഉണ്ട്. ഇത് ആരാ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, then process control management is the function of an operating system that manages the process. Then OS keeps track of each process using a process control block. അപ്പം ഓരോ പ്രോസസ്സിനും അതിന് ഒരു, നമുക്കിപ്പം ഓരോരുത്തർക്കും ഓരോ റോൾ നമ്പർ ഉള്ള പോലെ തന്നെ നമുക്ക് എന്താണ് ഒരു പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ആക്റ്റീവായിട്ടുള്ള പ്രോസസ്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ്, ഓരോ പ്രോസസ്സിനും നമുക്കൊരു റോൾ നമ്പർ ഉള്ള പോലെ തന്നെ ഓരോ പ്രോസസ്സിനും എന്ത് കാണും? ഒരു പ്രോസസ്സ് ID ഉണ്ടായിരിക്കും. പിന്നെ ആ പ്രോസസ്സിന് ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ, സെക്കൻഡ് സെമിസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓരോ പ്രോസസ്സിന് എന്ത് കാണും? ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടർ ഇൻഫർമേഷൻ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കത്തില്ലേ പ്രോഗ്രാം കൗണ്ടർ സ്റ്റോർ ചെയ്തേക്കുന്നത്. ആ ഇൻഫർമേഷൻ നമ്മുടെ പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ CPU രജിസ്റ്റേഴ്സിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഇൻഫർമേഷൻസ്, അതായത് ഫ്ലാഗ് വല്ലതും സെറ്റ് ആയിട്ടുണ്ടോ, ക്യാരി വല്ലതും ജനറേറ്റ് ആയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സ്റ്റാറ്റസ് ഇൻഫർമേഷൻസും ഒക്കെ നമ്മുടെ അവിടെ ഹോൾഡ് ചെയ്യും, പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കിൽ ഹോൾഡ് ചെയ്യും. പിന്നെ നമ്മളിപ്പം യൂസ് ചെയ്തേക്കുന്ന മെമ്മറി ഇൻഫർമേഷൻസ്, അതായത് കറണ്ട് ആയിട്ടുള്ള ആക്റ്റീവ് മെമ്മറി ഇൻഫർമേഷൻസ് എല്ലാം എവിടെ സ്റ്റോർ ചെയ്തേക്കും? പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കിനകത്ത് സ്റ്റോർ ചെയ്തേക്കും. അപ്പോൾ ഈ പ്രോസസ്സുകളെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരെന്താണ്? പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് എന്ന് വിളിക്കും. ആ പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും നോക്കിക്കേ? ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള പ്രോസസ്സിൻ്റെ ID, പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ്, പിന്നെ പ്രോഗ്രാം കൗണ്ടർ ഇൻഫർമേഷൻ, CPU രജിസ്റ്റേഴ്സിൻ്റെ സ്റ്റാറ്റസ് ഇൻഫർമേഷൻസ്, ദെൻ മെമ്മറി ഇൻഫർമേഷൻസ്. ഇതൊക്കെയായിരിക്കും ആരുടെ കയ്യിലുള്ളത്? പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കാണ് ഈ പ്രോസസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ OS യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് പഠിച്ചു വെക്കാനുള്ളത്. പിന്നെ കുറച്ച് ന്യൂമറിക്കൽസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതുക.